എല്ലാവർക്കും നമസ്കാരം. നമ്മളെങ്ങനെയാണ് കോയിയുടെ പ്രൊജക്റ്റിൽ പങ്കെടുക്കുന്നത്, ഡാവോ വോട്ടിംഗ് എങ്ങനെയാണ്, ഫിന്നി വാലറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണ്. ഇതെൻ്റെ വാസ് നെറ്റ്വർക്കിലെ ഒരു യൂസർ നെയിമാണ് ഹൈനസ് 2024. നമ്മളന്ന് $1000 പർച്ചേസ് ചെയ്യുന്നത്. അക്യുമുലേറ്റീവ് സബ്സ്ക്രിപ്ഷൻ $1000, $1000. പേജിൻ്റെ ഹോം പേജ് നമുക്ക് മുകളിലോട്ട് നീക്കുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാര്യങ്ങൾ കൂടെ കാണിക്കുന്നുണ്ട്. ഇതുവരെ 1377 ടോക്കണാണ്, ഡാവോ ടോക്കണാണ് റിലീസായിട്ടുള്ളത്. വെസ്റ്റഡ് ക്യാപിറ്റൽ 1000-ന് 5 ഇരട്ടി 5000 കിട്ടേണ്ടത്. അത് നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത് 1377. നമുക്ക് കോയിൻ എന്ന പ്രോജക്റ്റിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് 5% ഉപയോഗിക്കാൻ പറ്റുക. അതെങ്ങനെയാണെന്ന് കാണിക്കുന്ന വീഡിയോ ആണ്. ഇവിടെ നമ്മൾ വിഡ്രോ ചെയ്യേണ്ട ഓപ്ഷനൊന്നുമില്ല. നമുക്ക് ചെയ്യേണ്ട പകരം സാധാരണ ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ അങ്ങനെയുള്ള സിസ്റ്റത്തിലൂടെയാണ് നമുക്ക് ഫിന്നി വാലറ്റ് ഡൗൺലോഡ് ചെയ്യുകയും കോയിയുടെ പ്രൊജക്റ്റിൽ പങ്കെടുക്കാൻ പറ്റുക. അതില്ലാത്തവർക്ക് മൊബൈൽ വഴി അങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിതിൽ കാണിക്കുന്നത്. കോയി എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് നിലവിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. അത് ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വാലറ്റ് നമുക്ക് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ലഭ്യമല്ല. അതുകൊണ്ട് നമുക്ക് എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ട് അഥവാ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. മൊബൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് കിവി ബ്രൗസറാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. പ്ലേ സ്റ്റോർ എടുക്കുന്നു, സെർച്ചിൽ കിവി ബ്രൗസർ എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ തൊട്ട് താഴെ കാണുന്നുണ്ട് കിവി ബ്രൗസർ, ഒരു പക്ഷിയുടെ ചിഹ്നമുള്ളതാണ്. അതിന് റൈറ്റ് സൈഡ് ഇൻസ്റ്റാൾ കൊടുക്കുന്നു. ഓക്കെ, ഡൗൺലോഡായി. ഇത് ഓപ്പൺ ചെയ്യുക. നമ്മളോട് കണ്ടിന്യൂ ചെയ്യാൻ ചോദിച്ചു, കണ്ടിന്യൂ കൊടുക്കുക. സാധാരണ ഗൂഗിൾ ക്രോമിൽ നമ്മൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന പോലെ ഏറ്റവും മുകളിൽ നമ്മൾ കോയി എന്ന് സെർച്ച് ചെയ്യുക. നമ്മളുടെ പ്രോജക്റ്റിൻ്റെ പേര് കോയി KOII.network. ടൈപ്പ് ചെയ്ത ശേഷം ഏറ്റവും താഴെ കീപാഡിൻ്റെ താഴെ നമ്മൾ എപ്പോഴും പറയുന്നത് എൻ്റർ ബട്ടൺ, ബ്ലൂ കളറിൽ ആരോ ടച്ച് ചെയ്തു. ഇപ്പോൾ ഇത് വന്നത് മൊബൈൽ വെർഷനാണ്. ഇപ്പോൾ മൊബൈൽ വെർഷൻ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് മാറണം. നമ്മളിപ്പോൾ കോയിയുടെ ആ വെബ്സൈറ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ കളറാണ്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ മൊബൈലിനൊരു ഏരിയ ഉണ്ട്. നമ്മൾ കോയി നെറ്റ്വർക്ക് എന്നൊക്കെ സെർച്ച് ചെയ്തതിൻ്റെ റൈറ്റ് സൈഡ് പ്ലസ് ബട്ടണും അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട്സ് ഉണ്ട്. നമ്മുടെ റേഞ്ച് കാണിക്കുന്നതിൻ്റെ തൊട്ട് താഴെ, അല്ലെങ്കിൽ മൊബൈൽ എത്ര ശതമാനം ഉണ്ടെന്ന് കാണിക്കുന്നതിൻ്റെ തൊട്ട് താഴെ ആ 3 ഡോട്ടിൽ ടച്ച് ചെയ്യുക. ഇപ്പോൾ ഏറ്റവും താഴെ ഡെസ്ക്ടോപ്പ് എന്ന് കാണുന്നുണ്ട്. ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വേർഷൻ ഡെസ്ക്ടോപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഈ പേജ് മാക്സിമം മുകളിലൂടെ ഉയർത്തുക. ഏറ്റവും ബോട്ടം സൈഡിലാണ് വരേണ്ടത്. നിങ്ങൾ നോക്കുക, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഹെഡിങ് വരുന്നുണ്ട്. ജോയിൻ ദ കമ്മ്യൂണിറ്റി കാണുന്നതിന് താഴെ ഒന്നാമത്തെ അസറ്റ്, രണ്ടാമത്തത് കോയി മീഡിയ, മൂന്നാമത്തെ പ്രൊഡക്റ്റ്, നാലാമത്തത് ലേണിംഗ്, പിന്നെ പാർട്ടിസിപ്പേറ്റ്. അതിൽ പ്രൊഡക്റ്റിൽ താഴെ മൂന്നാമതായിട്ട് ഫിന്നി വാലറ്റ് ഉണ്ട്. അത് കോയി പ്രൊജക്റ്റിൻ്റെ വാലറ്റാണ്, പക്ഷെ അത് ഫുൾ ഫ്ലെഡ്ജായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഫിന്നി വാലറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ പ്രൊഡക്റ്റിൽ മൂന്നാമത് ഫിന്നി വാലറ്റ്. ഈ വന്ന പേജിൽ ഫിന്നി വാലറ്റിൻ്റെ ഒരു എംബ്ലമൊക്കെ കാണുന്നുണ്ട്. അതിന് റൈറ്റ് സൈഡായിട്ട് ഒരു ബ്ലൂ കളറിൽ ആഡ് ടു ക്രോം എന്ന് കാണാം. സൈൻ ഇൻ എന്ന് കാണുന്നതിന് തൊട്ട് താഴെ അവിടെ ടച്ച് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മളോട് അത് കണ്ടിന്യൂ ചെയ്യണോ, ക്രോം അതിലൂടെ നമ്മൾ എക്സ്റ്റൻഷനിലേക്ക് പോകണമെന്നാണ് ചോദിക്കുന്നത്. അത് കൊടുക്കുന്നു. ഈ പേജ് ഡൗൺലോഡ് ആകുന്ന സമയത്ത് നമുക്ക് ഒരു കൗണ്ട് ഡൗൺ കാണിക്കുന്നതാണ്. ഫിന്നി വാലറ്റിൻ്റെ ഒരു റിവാർഡായിട്ട് $18 വാല്യൂ ഉള്ള ഫയർ എന്ന് പറഞ്ഞ ടോക്കൺ നമുക്ക് കിട്ടിയതായി കാണിക്കുന്നു.
അത് പിന്നീട് ക്ലെയിം ചെയ്യാം, അതവിടെ വരട്ടെ. ഇനി നമ്മൾ ഈ പേജ് മുന്നോട്ട് ഉയർത്തുമ്പോൾ ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മളൊരു പാസ്വേഡ് കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ വലിയ അക്ഷരവും ചെറിയ അക്ഷരം കിടക്കുന്ന പാസ്വേഡാണ്. അവിടെ വേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വലിയ അക്ഷരം വേണം, ചെറിയ അക്ഷരം വേണം, നമ്പർ വേണം, അതുപോലെ ഒരു ചിഹ്നം, അത് നമ്മൾ @ ഹാഷ് പോലുള്ള ഒരു ചിഹ്നം വേണം. വീണ്ടും ആ കൊടുത്ത പാസ്വേഡ് തന്നെ അതിന് താഴെ കൺഫേം പാസ്വേഡ് എന്ന് പറയുന്നത്, അത് നമ്മൾ ഒരിക്കൽ കൂടെ കൊടുക്കുക. അതിനുശേഷം ഈ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ്. അവിടെ നമ്മൾ ആ ഒരു ചെറിയ സ്ക്വയർ ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലോഗിൻ കൊടുക്കുക. ഇപ്പോൾ വന്ന ഒരു ഏരിയയിൽ ഒന്നാമത്തെ ആ ഒരു ബോക്സ് പോലെ കാണാം, സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. അത് ഒന്നുമില്ലായ്മയിൽ തുടങ്ങാനാണ്. 2 യൂസ് മൈ എക്സിസ്റ്റിംഗ് കീ. നമുക്കറിയാം, നിലവിലെ വാലറ്റൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നിലവിലുള്ള അതേ കീ ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് ആഡ് ചെയ്യുന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 12 വാക്കുകൾ വരുന്നു. അതെടുക്കാൻ തയ്യാറാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഐ ആം റെഡി എന്ന് പറഞ്ഞ് അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ലോക്ക് വരും. ബട്ട് നമുക്ക് ആ ലോക്കിൽ ടച്ച് ചെയ്യുമ്പോഴാണ് 12 വാക്കുകൾ ഓപ്പൺ ആവേണ്ടത്. പക്ഷെ പലർക്കും ഇത് ഇന്നലെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് വരാതെ പറഞ്ഞാൽ എനിക്കത് ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും, ഇത് ഡെസ്ക്ടോപ്പ് മോഡൽ അല്ലാത്തതുകൊണ്ടാണ്, വീണ്ടും നമ്മൾ മൊബൈൽ വെർഷനിലേക്ക് പോയതുകൊണ്ടാണ് ആ വലിപ്പത്തിൽ അത്രയും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് മാറണം. അതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ കോയിയുടെ ആ വെബ്സൈറ്റിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ആ 3 ഡോട്ടിൽ ടച്ച് ചെയ്യുക. വീണ്ടും ഡെസ്ക്ടോപ്പിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ആ ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തു, പാസ്വേഡ് കൊടുത്തു. അഗൈൻ കൺഫർമേഷൻ കൊടുത്തു. വീണ്ടും ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ അംഗീകരിച്ചു. അതായത് ആ സ്ക്വയർ ഏരിയയിൽ നമ്മൾ ടിക്കറ്റ് ഒരു ശരി വന്നു. തുടർന്ന് ലോഗിൻ കൊടുത്തു. മുമ്പ് കണ്ടതുപോലെ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് അവിടെ തന്നെ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ഐ ആം റെഡി, ഇപ്പം തന്നെ നമ്മൾ സ്വീകരിക്കാൻ റെഡി ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഈ വന്ന ഏരിയ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആ 12 കീ ഫ്രേസ് നമുക്ക് ഓപ്പണായി വരും. ഓക്കെ, അത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഈ 12 വാക്കുകൾ നമ്മുടെ അസറ്റ് സംരക്ഷിക്കാനുള്ളതാണ്. വളരെ സുരക്ഷിതമായിട്ട് എഴുതി വെക്കുക. അത് നിസ്സാരവൽക്കരിക്കരുത്. കാരണം ബിറ്റ് കോയിൻ വന്നപ്പോൾ 9 പൈസയായിരുന്നു. ആ 9 പൈസയുടെ വസ്തുവിന് 90 ലക്ഷം രൂപയാണ്. അപ്പം അന്നത് പലരും ഇതുപോലെ കിട്ടിയിട്ട് എഴുതി വെക്കാത്തതും അത് പാസ്വേഡ് സൂക്ഷിക്കാതെയൊക്കെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അതുപോലെ വരുമെന്നല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് വളരെ വലിയൊരു അസറ്റായി മാറേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നഷ്ടപ്പെടുത്താതിരിക്കുക. കണ്ടിന്യൂ കൊടുക്കുക. അവിടെ നമ്മളോട് ഏതെങ്കിലും 3 വാക്കുകൾ ചോദിക്കും. അപ്പോൾ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 7ഉം 10ഉം 12ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 7 നമ്മൾ കൊടുക്കുക. 7ാമത്തെ വാക്ക് ഗ്രാസ് ആയിരുന്നു, ചെറിയ അക്ഷരത്തിൽ ഗ്രാസ്. 10ാമത്തെ വാക്ക് ആൻഷ്യൻ്റ് ആണ്. 12ാമത്തെ വാക്ക് ഏപ്രിൽ. കൺഫേം കൊടുത്തു. സക്സസ്ഫുള്ളി സേവ്ഡ് യുവർ സീക്രട്ട് ഫ്രേസ്. അപ്പോൾ കംപ്ലീറ്റ് ആയി വർക്ക്. ഇത് നമ്മൾ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജോയിൻ ഡിസ്കോഡും ഗെറ്റ് ദ നോഡും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ പോകേണ്ടതില്ല. നമ്മൾ മുന്നോട്ട് പോകാനുള്ള കണ്ടിന്യൂ ടു യുവർ വാലറ്റ് ഈ ഓപ്ഷനാണ് പോകേണ്ടത്. റൈറ്റ് സൈഡിൽ താഴെ കാണാം ഒരു വെള്ള ബോക്സിൽ കണ്ടിന്യൂ ടു യുവർ വാലറ്റ്. അവിടെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഈ വന്ന പേജിൽ നമുക്ക് 2 സ്ഥലത്ത് അഡ്രസ്സ് കാണാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഏറ്റവും മുകൾ ഭാഗത്തുള്ള അഡ്രസ്സ് എടുക്കാം, 40BV, ലാസ്റ്റ് ZUH. അത് കോപ്പി ചെയ്യാനുള്ള ചിഹ്നമുണ്ട്. അതിൽ അതേ അഡ്രസ്സ് തന്നെ കുറച്ചുകൂടി താഴെ ഭാഗത്ത് നമുക്ക് കോയി നോഡ് അക്കൗണ്ട് 1 എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അവിടെ നമുക്ക് പേര് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പെൻ പോലെ അല്ലെങ്കിൽ പെൻസിൽ പോലെ കാണുന്നത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്.
നമുക്ക് ഇതിനെ പേരൊക്കെ മാറ്റിയിടാം. ഇവിടെ നമുക്ക് അതേ നമ്പർ കാണാം, 40B. വി കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് GNMNF9 ആണ് ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് നമ്മൾ കോപ്പി ചെയ്തു. തുടർന്ന് നമ്മൾ ഫാനിൻ്റെ ഭാഗത്തേക്ക് വരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ST Capital 3 DAO ടോക്കൺ നമുക്കുള്ളത് 13 ക്യാപിറ്റൽ 3 എന്നുള്ളത് 6 നമ്മൾ ബ്രൗസറിലേക്ക്, അതായത് ഫാൻ്റെ മാലത്തിൻ്റെ ഏറ്റവും ബോട്ടത്തിലുള്ള 5 ബട്ടണുകൾ ഏറ്റവും റൈറ്റ് സൈഡിൽ താഴെയുള്ള ബ്രൗസർ അഥവാ ഡിസ്കവറി സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഏറ്റവും മുകളിൽ സെർച്ച് എന്നുള്ള സ്ഥലത്ത് വിരൽ ടച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് നേരത്തെ സെർച്ച് ചെയ്തത് കൊണ്ട് അവിടെ 3p0.capital എന്നുള്ള ആ വെബ്സൈറ്റ് വന്നു. ആപ്പ് ഡോട്ട് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ചെയ്ത ആൾക്കാർക്ക് അവിടെ ആ ഹിസ്റ്ററി വരുന്നതാണ്. ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത് 3 അക്കമാണ് 3 എന്നുള്ളത്, പിന്നീട് P ചെറിയ അക്ഷരം, വീണ്ടും 0, പിന്നെ ഡോട്ട് ക്യാപിറ്റൽ. വെബ്സൈറ്റ് ഓപ്പണായി. അവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് കണക്റ്റ് വാലറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണക്ട് ചെയ്യുക. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ വാലറ്റ് കണക്റ്റ് ആയിട്ടുണ്ട്. കാണാൻ പറ്റും 43UR. ഓക്കെ, ഈ പേജ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 6 ടോക്കൺ വന്നവർ കാണിക്കുന്നുണ്ട്. വോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ വോട്ട് കൊടുത്തു. ഇവിടെ കൺഫേം ചോദിച്ചു. നമ്മൾ കൺഫേം കൊടുക്കുക. ഓക്കെ, ഏറ്റവും മുകളിൽ സക്സസ് എഴുതി കാണിച്ചു. ഓക്കെ, ഇനി നമ്മൾ ആ പേജ് വീണ്ടും മുകളിലോട് ഉയർത്തുമ്പോൾ ഇവിടെ നോക്കൂ, സബ്മിറ്റ് കോയി ഫിന്നി വാലറ്റ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫിന്നി വാലറ്റാണ്. അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. നോക്കൂ, ലാസ്റ്റ് NMNF9 തന്നെയാണ്. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്തത് തന്നെയാണ്. ഉറപ്പ് വരുത്തി കൺഫേം കൊടുത്തു. ഇനി അവിടെ 12 വന്നിട്ടുണ്ട്. അത് വോട്ട് ചെയ്യണം. വോട്ട് കൊടുത്തു. 2 സ്ഥലത്ത് വോട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു സ്ഥലത്ത് മാത്രമല്ല, മുകളിലും താഴെയായിട്ട് 2 സ്ഥലത്താണ് വോട്ട് ചെയ്യേണ്ടത്. വീണ്ടും കൺഫർമേഷൻ വരികയാണ്. അവിടെ നമ്മൾ കൺഫേം കൊടുത്തു. ഇവിടെ സക്സസ് വരേണ്ടതുണ്ട്. കംപ്ലീറ്റ് ആയി. മുകളിൽ സക്സസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് റിഫ്രഷ് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ ഡിസ്കണക്റ്റ് കൊടുക്കാം. മുകളിൽ വീണ്ടും കണക്റ്റീവ് വാലറ്റ് കൊടുത്തു. നമ്മളിവിടെ വോട്ട് ചെയ്ത 6 ഇവിടെ നിന്ന് മാറിയിട്ടില്ല. വീണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ചെയ്യേണ്ടതുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടെ. അപ്പോൾ നമുക്കങ്ങനെ വീണ്ടും കണക്ട് ചെയ്യുന്ന സമയത്ത് കാണുകയാണെങ്കിൽ ഒന്നുകൂടെ കൊടുക്കുക. വോട്ട് കൊടുത്തു. കൺഫേം കൊടുത്തു. സക്സസ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് നോക്കാം. ഡിസ്കണക്ട് ചെയ്തു. വീണ്ടും കണക്റ്റ് വാലറ്റ് കൊടുത്തു. ഇപ്പോൾ വാലറ്റ് കണക്റ്റ് ആയതെങ്കിൽ 0 ആണ്. ഇവിടെയുള്ള മൈ ടോട്ടൽ വോട്ടഡ് 18 മാറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാര്യം ചെയ്യാം. ഹോം പേജിൽ വന്ന് നോക്കാം. നേരത്തെ എന്ത് സംഭവിച്ചു നോക്കാം. ഇവിടെ വോട്ടർ ടോക്കൺ 12 താഴെ ST Capital 7 നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ 12 സ്ഥാനത്ത് എന്ത് മാറ്റം വരുന്ന നോക്കാം. ഒന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ താഴേക്കൊന്ന് വലിച്ച് റിഫ്രഷ് ചെയ്തു. ഇപ്പോൾ നോക്കാം, അവിടെ 12 എന്നുള്ളത് 6 ചേർന്നിട്ട് 18 ST Capital എന്നുള്ളത് 1 മാറി. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, വോട്ട് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. 0 മാറേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഒരു Web3 പ്രോജക്റ്റിൽ DAO സിസ്റ്റത്തിലൂടെ വോട്ട് ചെയ്ത് ഒരു പുതിയ പ്രോജക്റ്റിലേക്ക് പങ്കെടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.